गोविंद गोपाल प्रभु गिरिधारी, प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल हृदय विहारी, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, हृदय विहार बड़ा चित्त 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 चोरा, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल हृदय विहारी, गोविंद गोपाल हृदय विहारी, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, नंद मुकुंद नवनीत चोरा, हृदय विहार बड़ा चित्त 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 चोरा, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, गोविंद गोपाल प्रभु गिरिधारी, प्रभु गिरिधारी, प्रभु गिरिधारी, प्रभु गिरिधारी, प्रभु गिरिधारी, सर्वत्र गोविंद नाम संकीर्तനം, गोविंद गोविंद, കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണം കൊണിതാതൃദാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേരം മധുരം കണികാപി കാപി കാപി കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ജഗൃഹേ പൗരുഷം രൂപം, രൂപമില്ലാത്ത ഭാവമില്ലാത്ത ഭഗവാൻ പൗരുഷം രൂപം പുരുഷസ്വരൂപത്തിനെ സ്വീകരിച്ചു. പുരുഷസുഖത പ്രതിപാദ്യനായിരിക്കുന്ന ഭഗവാൻ എങ്ങനെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാ, 1000 ശിരസുള്ള 1000 തലയുള്ള 1000 കണ്ണുള്ള, അതെങ്ങനെയാണ് ശരിയാവുക? 1000 ശിരസുള്ള ഒരാൾക്ക് 1000 കണ്ണാണോ ഉണ്ടാവുക? 2000 കണ്ണുണ്ടാവില്ല. ഈ മന്ത്രം തെറ്റാണോ? സംശയം. അപ്പം 1000 കണ്ണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണാണ്. എല്ലാ കണ്ണിലും ഭഗവാൻ ഇരിക്കുമ്പോഴാണ് ആ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കണ്ണിലിരിക്കുന്ന ആ ഭഗവാനെയാണ് എന്ത് പറയുന്നത്? പുരുഷൻ എന്നതാ പറയുന്നത്. പുരീഷു ചേതേതി പുരുഷ. സകല ശരീരത്തിൻ്റെ ഉള്ളിലും ജീവാത്മാവായിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ജഗൃഹേ പൗരുഷം രൂപം. പുരുഷസ്വരൂപത്തിനെ സ്വീകരിച്ചു ഭഗവാൻ.
എന്നിട്ടോ അനവധി കാലം വെള്ളത്തിൽ ഭഗവാൻ തപസ് ചെയ്തു. വെള്ളത്തിൽ അനവധി കാലം തപസ് ചെയ്തതുകൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്ന പേര് തന്നെ കിട്ടിയത്. അല്ല, നാരായണനായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് നാഭിഹ്രദംബുജാദാസീത് ബ്രഹ്മ വിശ്വസൃജാമ്പതി നാഭിഹ്രദ അംബുജാദാസീത്. ഭഗവാൻ ആ നാഭിയിൽ നിന്ന് ഒരു അംബുജം ഉണ്ടായത്, ഒരു താമരപ്പൂവ്. ഏതാ ഈ താമരപ്പൂവ്? ആകാശത്തിനാണ് താമരപ്പൂവ് എന്ന് പറയുന്നത്. ആ താമരപ്പൂവില് ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. പിന്നെ എത്ര അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തത് എന്നുള്ളതിന് ഒരു കയ്യും കണക്കൊന്നുമില്ല. 10 തരത്തിൽ അവതാരം എടുത്തു ഭഗവാൻ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. നരസിംഹസ്വരൂപം സ്വീകരിച്ച് ഭഗവാൻ ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിലേക്ക് കടത്തി. എന്നിട്ടോ ഏരകാം കടകൃത്യത. ഏരകാം കടകൃത്യതായി. പുല്ലുകൊണ്ട് പായൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ലേ? പുല്ലുപായ ഉണ്ടാക്കുന്ന ആൾക്കാർ, കൈതോലപ്പായ ഉണ്ടാക്കുന്ന ആൾക്കാർ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അനവധി. ഇപ്പൊക്കെ പിന്നെ മെഷീനല്ല എല്ലാ സാധനവും. കൈതോലപ്പായ എങ്ങനെയാണ് ഉണ്ടാക്കുക? നല്ല കൈതോല മുറിച്ച് കൊണ്ടുവന്ന് അതങ്ങനെ അല്ലേ വെള്ളത്തിലിട്ട് ചൂടാക്കി പിന്നെ നന്നായിട്ട് ഉണക്കി എന്നിട്ട് അതെന്താ ചെയ്യുക? അത് ഈ പായ ആക്കുന്നതിൻ്റെ മുന്നേ ഇവരെന്ത് ചെയ്യുന്നത്? കയ്യിലെ നഖം പൊക്കില്ല. കയ്യിലെ നഖം കൊണ്ടാണ് ഇതിങ്ങനെ കീറാത്ര. കയ്യിലെ നഖം കൊണ്ടാണ് ആ കൈതോലപ്പായ ഇങ്ങനെ ഇതാക്കിയത്. എന്താ ഉണ്ടായി? ഇപ്പോൾ നരസിംഹമൂർത്തി തൻ്റെ മടിയിൽ കിടക്കുന്നതായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ എപ്രകാരമാണോ കൈതോലപ്പായ ഉണ്ടാക്കുന്ന ആളുകൾ തൻ്റെ കയ്യിലെ നഖങ്ങളെ കൊണ്ട് ആ ഓലതാ ചെയ്യുന്നത്, അതേപോലെ ഇപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഓരോരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ തൻ്റെ നഖങ്ങളെ കൊണ്ടങ്ങനെ ചെറിയ 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 കഷ്ണാക്കി മാറ്റി. ഇത്രയും നരസിംഹാവതാരം ഭഗവാൻ തൻ്റെ ആ വീരപരാക്രമം കാണിച്ചതായിരിക്കുന്ന അവതാരമാണ് നരസിംഹാവതാരം. ഒരാൾക്ക് പോലും ഭഗവാന്റെ അടുത്തേക്ക് ഇത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അല്ലേ? ഒരു സൗമ്യതയില്ലാതെ നോക്കുന്ന ആൾക്കാർ മുഴുവനും ദൂരത്തേക്ക് ഇതാ ഓടിപ്പോയ നരസിംഹാവതാരം സ്വീകരിച്ചു ഭഗവാൻ. കൃഷ്ണനായിട്ട് അത് അവതരിച്ചു. എത്ര അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തത്. കലാവതാരം, അതേപോലെ പൂർണ്ണാവതാരം, പരിപൂർണാവതാരം, അംശാവതാരം. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ അവതാരം തന്നെ. അവതാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറങ്ങി വരികയാണ്. പരമാത്മാ ചൈതന്യം ജീവാത്മാവായിക്കൊണ്ട് ഓരോ ശരീരത്തിനുള്ളിലും വന്നിരിക്കുന്നതിനാണ് അവതാരം എന്ന് പറയാം. നമ്മളും അവതാരം തന്നെയാണ്. കാരണം എന്താ? നമ്മുടെ ശരീരത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അവതാരമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നാളെ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഞാനും അവതാരം തന്നെയാട്ടോ. ഇതൊന്ന് അവിടെ ഒന്ന് ഇരുത്തി പൂജ വയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസം. നമുക്ക് ആരെ കഴിക്കണം കേട്ടോ, ഒന്ന് പൂജ വയ്ക്കണം കേട്ടോ അല്ലേ? മനസ്സിലാക്കിയാൽ മതി. നമ്മളൊക്കെ ആരാണ്? ഭഗവാന്റെ അംശമാണ് അത് മനസ്സിലാക്കുക എല്ലാവരും. അതേ രീതിയിൽ ജീവിക്കുക അല്ലേ? ഞാൻ ഈശ്വരനാണ് എന്നുള്ള ആ ഭാവത ഉണ്ടാവണം. അങ്ങനെ അനവധി അവതാരങ്ങൾ അതാ എടുത്തു. എപ്രകാരമാണോ ഒരു തീകുണ്ടത്തിൽ നിന്ന് അല്ലേ ആ പൊടികളെങ്ങനെ ആ സ്ഫുലിംഗങ്ങൾ പുറത്തേക്ക് ഇതാ പോണത്, അതേപോലെ അനവധി അവതാരങ്ങൾ ഇതാ ഭഗവാൻ ഈ ലോകത്തതാ എടുത്തു. ഇങ്ങനെ അവതാരങ്ങളെയൊക്കെ പറ്റി വർണ്ണിക്കുന്നതായ ഗ്രന്ഥമാണ് പുരാണങ്ങൾ, ഭാഗവതം. അതെൻ്റെ അച്ഛനായിരിക്കുന്ന വേദവ്യാസ മഹർഷിയാണ് നിർമ്മിച്ചത്. ആ വേദവ്യാസ മഹർഷി നിർമ്മിച്ചതായിരിക്കുന്ന ഭാഗവതത്തിനെ എനിക്കറിയുന്നത് പോലെയൊക്കെ ഞാനത് അങ്ങയോട് പറഞ്ഞത്. എങ്ങനെ? യഥാധീതം യഥാമതി. എൻ്റെ ബുദ്ധിയിൽ എങ്ങനെയൊക്കെയാണോ ഈ ഭഗവാന്റെ കഥകൾ അടങ്ങിയിട്ടുള്ളത് അതൊക്കെ ഞാൻ അങ്ങക്കിതാ പറഞ്ഞു തരാം. ശ്രീശിവബ്രഹ്മർഷി അത് തന്നെയാണ് പറയുന്നത്. വേദവ്യാസ മഹർഷി ശ്രീശിവബ്രഹ്മർഷിയോടും അത് തന്നെയാണ് ഇതാ പറഞ്ഞത്. നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോടും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് എങ്ങനെയൊക്കെയാണോ അറിയുന്നത് അത്രയും എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ശ്രീശിവബ്രഹ്മർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? മഹാബ്ധിചന്ദ്രമാ, ജ്ഞാനമഹാബ്ധിചന്ദ്രമാ, ജ്ഞാനത്തിൻ്റെ നിറകുടമാണ് ശ്രീശിവബ്രഹ്മർഷി. അദ്ദേഹം പറയുന്നത് പോലെ എനിക്ക് പറയാൻ സാധിക്കുമോ അറിയില്ല. നമ്മളൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്കൊക്കെ എത്രയാണോ അറിയുക അല്ലേ? ഒരു പാത്രം കൊണ്ടുപോയി കടലിൽ പോയി കഴിഞ്ഞാൽ പാത്രത്തിൽ എത്രയാണോ വെള്ളം കൊള്ളുക അതേ കൊണ്ടുവരാൻ സാധിക്കും.
അല്ലാതെ കടലിലെ വെള്ളം മുഴുവനും മുക്കിക്കൊണ്ടുവരാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അത് സാധിക്കില്ല. ഭഗവാന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറയാനായിട്ട് ഇതാ സാധിക്കില്ല. അനവധി കഥകളാണ് ഇതായി ഭഗവാനുള്ളത്. പലതരത്തിലുള്ള അവതാരങ്ങൾ സ്വീകരിച്ച് ഭഗവാൻ നടത്തിയ കഥകളിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലേ? ഏതെങ്കിലും ഒരു കഥയുടെ ഉള്ളിലുള്ള തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാളിയനായിട്ട് ഭഗവാൻ നടത്തിയതായ അതിഗംഭീരമായിരിക്കുന്ന യുദ്ധം. ഇതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കാതല്ല, അതെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറഞ്ഞത് എന്നുള്ളത് നമുക്കിതാ മനസ്സിലാവണില്ല. അങ്ങനെ അനവധി അവതാരങ്ങളെ ഭഗവാൻ ഇതാ സ്വീകരിച്ചു. ആ അവതാര കഥകളെ കേൾക്കാനായിട്ട് ഇതാ ശ്രമിച്ചു കഴിഞ്ഞാൽ കലികാലത്ത് കയറി വരുന്നതായ സകല ദോഷങ്ങളും ഇതാ ഇല്ലാതായിട്ട് ഇതാ തീരും. ഇങ്ങനെ പരീക്ഷിത് മഹാരാജാവിൻ്റെ ചരിത്രം വേദവ്യാസ മഹർഷി അനവധി പുരാണങ്ങൾ ഇതാ നിർമ്മിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു കൃതകൃത്യത വന്നില്ല. താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് വേണം? അതിൽ തനിക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവണം. നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി അല്ലേ, അതെങ്ങനെ ഭർത്താവിനെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഭർത്താവ് ചിലപ്പോൾ ഭാര്യയെ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നന്നായോ സന ഇതൊക്കെ പറയിച്ചാലും ചിലപ്പോൾ നമുക്ക് തോന്നും, ഓ ഞാൻ അത്ര നന്നാക്കിയിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഇങ്ങനെ ഇത്രയൊക്കെ നന്നായിട്ട് എന്നോട് നന്നാവാതെ ഉണ്ടാക്കിയിട്ടടക്കം ഇങ്ങനെ നന്നായി എന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടി നന്നാക്കി ഉണ്ടാക്കേണ്ടിയിരുന്നില്ല, ഞാൻ കുറച്ചും കൂടി നന്നാക്കിയതല്ലേ ഈ കറി ഉണ്ടാക്കേണ്ടിയിരുന്നല്ലോ ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാരെ സ്ഥിതിയല്ല കേട്ടോ, പണ്ടൊക്കെ അങ്ങനെയൊക്കെ അപ്പോഴും ഉണ്ടാവുമായിരിക്കും, ആർക്കറിയാം. ഇങ്ങനെ തനിക്ക് തന്നെ അതിലൊരു എന്ത് വേണം, താൻ എന്തെങ്കിലും കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കൃതകൃത്യത വരാനുണ്ടാകുമെന്ന് പറയണ്ടേ, നമുക്ക് തന്നെ ഒരു സന്തോഷത ഉണ്ടാവണം. ഇങ്ങനെ അനവധി പുരാണങ്ങൾ നിർമ്മിച്ചിട്ടും വേദവ്യാസ മഹർഷിക്ക് മനസ്സിനൊരു സുഖം ഉണ്ടായില്ലാത്ര. അദ്ദേഹം അങ്ങനെ അവിടെ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത്, ബദരികാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് നാരദ മഹർഷി കേട്ടു അത്രേ, വേദവ്യാസം എന്ന പേരായിട്ട് കേമനായിട്ട് ഒരാളുണ്ട്, അദ്ദേഹം അനവധി ശാസ്ത്രങ്ങളും പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മഹാഭാരതമൊക്കെ എഴുതിയതോടുകൂടി ഇദ്ദേഹത്തിന് എത്രയാ അപ്പോൾ ആൾക്കാരുടെ സ്ഥാനം എന്നറിയില്ല. മഹാഭാരതം കണ്ട് എഴുതിയതോടുകൂടി ഇപ്പോൾ വേദവ്യാസനെ കാണുന്ന വെച്ചാൽ പോയി ക്യൂ നിൽക്കണം, നമ്മളൊക്കെ എങ്ങനെയായിട്ട് മാറി ഇത്രയും വേദവ്യാസം. നാരദ മഹർഷി വിചാരിച്ചു എന്നാൽ ഒന്ന് പോയി കണ്ടാലോ. നാരദ മഹർഷി ഇതാ വേദവ്യാസ മഹർഷിയെ കാണാൻ വേണ്ടി ശമ്യാപ്രാസത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയ സമയത്ത് ഈ വേദവ്യാസ മഹർഷിയുടെ മുഖത്ത് സന്തോഷമല്ല കണ്ടത്, പിന്നെയോ കുറച്ച് വിഷമം, ദുഃഖമാണ് കണ്ടത്. ചോദിച്ചു, അങ്ങയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിലും സന്തോഷമല്ല ദുഃഖമാണെന്ന് മനസ്സിലായി. എന്താ വേദവ്യാസ ഇതിൻ്റെ കാരണം ചോദിച്ചു അത്രേ. ഇപ്പം വേദവ്യാസ മഹർഷി നാരദ മഹർഷിയോട് അങ്ങോട്ട് തന്നെ പറഞ്ഞു, അങ്ങക്കറിയില്ലേ എൻ്റെ മനസ്സിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത്, അങ്ങ് എങ്ങനെയുള്ള ആളാണ്, അസ്ത്വേവമേ സർവമിതം ത്വയുക്തം, അങ്ങിപ്പോൾ വിചാരിച്ചതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങയോട് ഇതാ പറയുക കഴിഞ്ഞു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന ദുഃഖം എന്താണെന്നുള്ളത് അങ്ങക്ക് നന്നായിട്ടതാ അറിയാം. അങ്ങനെ എങ്ങനെയുള്ള ആളാണ്, സൃജത്യവത്യത്യഗുണൈരസംഖ്യ ത്വം പര്യടന്യർക്കൈവത്രലോകീ മന്ദശ്ചരോ വായുരിവ ആത്മസാക്ഷി. ഹേ നാരദ മഹർഷിയെ, അങ്ങ് ഈ ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളല്ലേ അല്ലേ? എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാൻ നാരദ മഹർഷിക്ക് ഒരു പ്രയാസമില്ലാതെ. അപ്പം നമുക്കൊക്കെ വേണ്ടു ദൂരത്തേക്കൊക്കെ പോകുന്ന വെച്ചാൽ വിസ പാസ്പോർട്ട് ഒക്കെ, നാരദ മഹർഷിക്കോ അതിനൊന്നും ആവശ്യമില്ല. വിസയും പാസ്പോർട്ടും ഇല്ലാതെ ലോകം മുഴുവനും സഞ്ചരിക്കാനുള്ള അനുവാദം ഈ നാരദ മഹർഷിക്ക് ഭഗവാൻ ഇതാ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? അർക്കൈവത്രലോകിം, സൂര്യൻ്റെ വെളിച്ചം എവിടെയൊക്കെയാണോ എത്തിച്ചേരുന്നത് അവിടെയൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് നാരദ മഹർഷി. ഇനി സൂര്യൻ്റെ വെളിച്ചം എത്താതെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ അല്ലേ? അങ്ങനെ സ്ഥലം ഉണ്ടോ? സൂര്യൻ്റെ വെളിച്ചം ഇല്ലാത്ത ഇരുട് മാത്രമുള്ള സ്ഥലം അല്ലേ? ചിലപ്പോൾ നമ്മൾ വയറിൻ്റെ ഉള്ളിലേക്കൊന്നും എന്ത് വരുന്നുണ്ടാവില്ല, സൂര്യൻ്റെ വെളിച്ചമൊന്നും വരുന്നുണ്ടാവില്ല. എന്നാൽ അവിടെ സഞ്ചരിക്കുന്നുണ്ട് എത്രയും നാരദ മഹർഷി. അവിടെ എങ്ങനെയാണ് നാരദ മഹർഷി സഞ്ചരിക്കുന്നത്? വായുരിവ ആത്മസാക്ഷി, സൂര്യൻ്റെ പ്രകാശം എത്തിച്ചേരാത്ത സ്ഥലത്ത് വായു സഞ്ചരിക്കുന്നത് പോലെ ഇങ്ങനെ അകത്തുള്ളതും പുറത്തുള്ളതുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് അറിയാൻ സാധിക്കുന്ന ആളല്ലേ നാരദ മഹർഷി അങ്ങ്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വ്യസനം എന്താണെന്നുള്ളത് അങ്ങക്കിതാ നന്നായിട്ട് അറിയാം. അങ്ങിതാ എന്നോട് ഇതാ പറഞ്ഞു തരണേ, എൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് അങ്ങിതാ എന്നോട് പറഞ്ഞു തരണേ. യഥാധർമാദയശ്ചാർത്ഥാമുനിവര്യ
അനുകീർത്തിത ന തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. മുനിവര്യ അനുകീർത്തിത. ഹേ വേദവ്യാസ മഹർഷി, അങ്ങ് ചില കാര്യങ്ങളങ്ങനെ അനുകീർത്തിത, പിന്നെയും പിന്നെയും കീർത്തിക്കാൻ വേണ്ടി എന്താ മഹാഭാരതത്തിലൊക്കെ പലതും ഇതാ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും ആ മഹാഭാരതത്തിൽ പിന്നെയും 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 പറഞ്ഞു. എന്ത്? ധർമാദയശ്ചാർത്ഥ, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പറ്റിയിട്ട് അങ്ങ് പല പ്രാവശ്യവും മഹാഭാരതത്തിൽ അതാ പറഞ്ഞു. അതൊക്കെ സത്യം തന്നെയല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ അതേപോലെ അങ്ങ് എന്ത് ചെയ്തില്ല? തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത. ഈ വാസുദേവന്റെ മഹിമയെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ അങ്ങ് ഈ ധർമാർത്ഥകാമമോക്ഷങ്ങളെ പറയുന്നത് പോലെ പോലും മഹാഭാരതത്തിലൊന്നും വർണ്ണിച്ചു എന്നുള്ളത് എനിക്കിതാ തോന്നുന്നില്ല. എന്ത് വേണം? വാസുദേവന്റെ മഹിമതയെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ മഹാത്മ്യത്തിനെ തന്നെ പിന്നെയും പിന്നെയും അല്ല വർണ്ണിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്തില്ല? അനുവർണിത. ഇതന്നെയാണ് വേണ്ടത്. കൃഷ്ണൻ ഉപാസിക്കുന്നതാണ് വേണ്ടത്, ഭഗവാൻ ഉപാസിക്കുന്നതാണ് വേണ്ടത് 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 എന്ന് ആട്ടോ ഉറപ്പിച്ച് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പറഞ്ഞത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ആ കൃഷ്ണകഥകളെ അങ്ങതാ കൂടുതൽ വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. നയദ്വജശ്ചിത്രപദം ഹരേര്യശോജകൽ പവിത്രം പ്രഗൃണീത കരിഹിജിൽ തദ്വായസം തീർത്ഥമുശന്തി മാനസ നയത്രഹംസ നിരമന്യുശിക്ഷയാ. തദ്വായസം തീർത്ഥം, ചളിവെള്ളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കൊക്കെ വന്ന് കുളിച്ചു എന്ന് വരാം. പക്ഷെ ഒരിക്കലും ആ ചളിവെള്ളത്തില് മാനസ സരോവരത്തിൽ അങ്ങനെ സഞ്ചരിക്കുന്നതായ ഹംസങ്ങള് ഒരിക്കലും ഈ ചളിവെള്ളം കണ്ടു കഴിഞ്ഞാൽ കുളിക്കുക പതിവില്ല. അവര് ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരില്ല. ചിത്രകഥ, നല്ല കവിത്വമൊക്കെ ആൾക്കാരുണ്ടായിരിക്കും, എങ്ങനെ വേണമെങ്കിലും കവിത എഴുതാൻ അറിയുന്നതായിരിക്കുന്ന ആളുകൾ. അവർ ഈ ലോകത്തിനെ പറ്റിയിട്ട് ആളുകളെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കീർത്തനങ്ങൾ എഴുതിയാലും ഈ ലോകത്തിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള കഥകൾ എഴുതി കഴിഞ്ഞാലും അതൊന്നും ഈ ശരീരത്തിനെ സന്തോഷിപ്പിക്കുന്ന വേണ്ടിയിട്ട് പലരും പലത് എഴുതി കഴിഞ്ഞാലും അതിലേക്കൊന്നും ഈ മഹാത്മാക്കളായിരിക്കുന്ന ആളുകള്, ഭക്തന്മാരായിരിക്കുന്ന ആളുകൾ അതാ എത്തി നോക്കുക പതിവില്ല. നയത്രഹംസ നിരമന്യുശിക്ഷയാ. പല കാക്കകളൊക്കെ ചളിവെള്ളത്തിൽ കുളിക്കണത് പോലെ പല ആൾക്കാരും അതൊക്കെ എടുത്ത് വായിച്ചു. എന്ത്? ഈ ലോകത്തിനെ പറ്റിയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളെ. അപ്പൊ അതല്ല വേണ്ടത്. ഇത് വേണം? ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി തദ്വായ സന്ധ്യർത്ഥമുശന്തി തദ്വാഗ്യ സർഗോജനദാഖസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി ഒരു ഗ്രന്ഥം എഴുതി കഴിഞ്ഞാൽ ആ ഗ്രന്ഥം വായിക്കാനായി പല ആളുകളും ഇതാ എത്തിച്ചേരുമ്പോൾ ആ ഗ്രന്ഥം വായിക്കാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ 32 അക്ഷരമുള്ള 2 വരിയാണ് വെച്ചാൽ ചിലപ്പോൾ 30 അക്ഷരം തെറ്റായിട്ടാണ് വായിച്ചിട്ടുണ്ടാവുക. 30 അക്ഷരം തെറ്റായിട്ട് വായിച്ചാലും ശ്രീകൃഷ്ണ ഭഗവാൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ പറയുക? 2 അക്ഷരം ശരിയായില്ലോ, 2 അക്ഷരം ശരിയായിട്ടോ ഒരു വായിച്ചതിൽ അല്ലേ. ഈ ശരിയെ മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിലൊരാ തെറ്റ് വരില്ല. ഒരിക്കലും തെറ്റ് വരാതെ ഒരു പാപവും ബാധിക്കാത്തതായ ഒരു കർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഭാഗവത പാരായണമാണ്. സപ്താഹയജ്ഞം നടത്തിയിട്ട് അന്നൊരു ദോഷം വന്നു എന്നുള്ളത് ഇതുവരെ കേട്ടിട്ടുമില്ല, ഇനി കേൾക്കൊന്നും തോന്നില്ല. തദ്വാഗ്യ സർഗോ ജനദാഖസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപീതാമാന്യനന്തസ്യേശോങ്കിതാനി ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. കാരണം ഈ ലോകത്തുള്ള എല്ലാ പേരുകളും ഭഗവാന്റെ പേരാണ്. അക്ഷരാം അകാരോസ്മി എന്ന് പറയും. അക്ഷരങ്ങൾ മുഴുവനും ഭഗവാനാണ്. അതിൽ അകാരം ഭഗവാൻ തന്നെയാണ്. അക്ഷരം ഭഗവാനാണ്, അകാരം ഭഗവാനാണ്. അക്ഷരങ്ങളില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പേരിടാൻ പറ്റുമോ? അല്ലേ? നമ്മുടെ ഓരോ അർത്ഥവും ഇല്ലാത്ത പേര് നമ്മൾ അല്ലേ, അതിന് ഭാവമില്ല, രൂപമില്ല. പേര് കേട്ടാൽ തന്നെ തോന്നുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയില്ല. അങ്ങനെ അടുത്ത ആൾക്കാർ ഇതാ പേരിടും. നാളെ ചോദിച്ചു ഒരാളോട് എന്താ പേര് ചോദിച്ചു. ആ കുട്ടി ഓടി വന്ന് പറഞ്ഞു മേട്ടു എന്നാക്കിയിരുന്നു. മേട്ടു എന്നാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു മേട്ടു എന്നൊക്കെ ആൾക്കാർക്ക് പേരിട്ട് പതിവുണ്ട്. കുട്ടിയുടെ അച്ഛൻ ഓടി വന്ന് പറഞ്ഞു മെയ് മാസം 2-ാം തീയതി ഉണ്ടായത്. മെയ് മാസം 2-ാം തീയതി ഉണ്ടായി വിചാരിച്ച മേട്ടു എന്ന് പേരിട്ട് വന്നിട്ടുണ്ടോ അല്ലേ?
അങ്ങനെയില്ല. എന്നാലും ഭഗവാൻ എന്തേ അത് നോക്കുള്ളൂ, അത് തെറ്റി കാണില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ ആൾക്കാർ, കാരണം കലികാലത്ത് എന്തൊക്കെയാ പേരിടുക എന്ന് ആർക്കറിയാം. ഭഗവാൻ എന്തേ വിചാരിക്കുള്ളൂ, അക്ഷരാടം അക്ഷരങ്ങളൊക്കെ ഞാൻ തന്നെയാട്ടോ, സഹാരമില്ല, വിവരമില്ലാത്തതോട്ടോ ഓരോ തെറ്റോതല്ലാതെ അങ്ങനെ ഭഗവാൻ ഇതാ വിചാരിക്കുള്ളൂ. അല്ലാതെ ഇതിലേതാ ഒരു തെറ്റ് ഭഗവാൻ ഇതാ കണ്ടത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, ഭാഗവതമൊക്കെ വായിക്കുന്നത് സമയത്ത് ആർക്കറിയാം അതൊക്കെ ശരിയാണോ തെറ്റാണോ, ആർക്കെങ്കിലും പറയാൻ പറ്റൂ അല്ലേ? നമ്മൾ ശരിയാണോ എന്ന് വിചാരിച്ച് വായിച്ച് അനവധി കാലം 50 കൊല്ലം ഭാഗവതം വായിച്ചു തുടങ്ങി. അപ്പോഴാണ് നല്ല അറിവുള്ള ഒരു ആചാര്യം വന്ന് പറഞ്ഞത്, അയ്യോ അത് അങ്ങനെയല്ല. ഇയാൾ പറഞ്ഞു 50 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വായിക്കണത്, അതൊന്നും നോക്കിയിട്ടാവാ നല്ലത് കേട്ടോ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ എൻ്റെ ഭഗവാനെ അതുവരെ തെറ്റാണോ വായിച്ചത് അല്ലേ? ഭഗവാന് സംശയമില്ല, ഭഗവാൻ അത് തെറ്റായിട്ടതാ കാണ പതിവില്ല. തത്വാദാമാന്യനന്ദസ്യ യശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം. അച്യുതഭാവവർജിതം നൈഷ്കർമ്യം അല്ലേ? നമ്മൾ ഓരോ ആളുകളും ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. രാവിലെ നേരത്തെ എണീക്കുക, കുളിക്കുക, അത് കഴിഞ്ഞ് രാവിലെ ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക അല്ലേ? ഇതിങ്ങനെ നിരന്തരമായിട്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെച്ചാലും കർമ്മങ്ങൾ പലതരത്തിലുണ്ട്. പലതരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ എന്താ ചെയ്യാനായിട്ട് പുറപ്പെടുന്ന സമയത്തും അതിൽ അച്യുതഭാവവർജിതം, അച്യുതനെ കൂട്ടിച്ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ വ്യർത്ഥമായിട്ട് തീരുന്നു, ചർവണമായിട്ട് തീരുന്നു. കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, കർമ്മം അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ല. എങ്ങനെ? ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് വെച്ചാൽ ഭാര്യാഭർത്താക്കന്മാരൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ രാവിലെ ആയിക്കഴിഞ്ഞാൽ നേരത്തെ എണീക്കുക, കുളിക്കുക, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഭർത്താവിന് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഭാര്യയോട് നല്ല സ്നേഹത്തോട് കൂടി ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കത്തൊക്കെ അവനവൻ്റെ കർമ്മമാണ്. നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, അനവധി കർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തിങ്ങനെ ജീവിച്ചു മരിച്ചു എന്നല്ലാതെ അതിന്നൊരു ഗുണം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് ഭഗവാനോട് ബന്ധപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഏത് കർമ്മവും ഈശ്വരനോട് ബന്ധപ്പെടുത്തുന്ന സമയത്ത് മാത്രമേ തനിക്ക് അതിൽ നിന്ന് ഒരു ഗുണത ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഇപ്പം എന്ത് വേണം? കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി ഒക്കെ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിച്ചിട്ടാണ് ഭഗവാനെ ചെയ്യണത്. ഭഗവാൻ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റുകുറ്റം ഉണ്ടോ ആലോചിച്ച് നോക്കൂലേ? ഒരു തെറ്റുകുറ്റമില്ല. ഇങ്ങനെ എല്ലാ കർമ്മവും ഈശ്വരനോട് ബന്ധപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് അച്യുതഭാവ വർജിതമായിരിക്കുന്ന, അച്യുതനെ മാറ്റി നിർത്തുന്നതായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയൂ. എന്നിട്ട് എന്ത് വേണം? ഭഗവാനോട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരനോട് അങ്ങനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. എന്നാൽ അവരുടെ ആ ജീവിതം ശുഭമായിട്ട് തീരും. അധോ മഹാഭാഗഭവാൻ അമോഘതൃക്ക് ശുചിശ്രവാസ്തരതോ ധൃതോ രഥാം ഉരുക്രമസാഖില ബന്ധമുക്തയെ സമാധിരാം അനുസ്മരതദ്വിചേഷ്ടിതം. ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് സമാധി ഭാഷയാണ്. സമാധിയിലിരുന്ന് സാക്ഷാൽ ഭഗവാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ് ഭാഗവതത്തിലൂടെ നമുക്കിതാ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത. അത് മഹാഭാരതത്തില് ഭഗവാനെ പറ്റിയിട്ട് പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്ത് വേണം? ആ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവരവർക്ക് അറിയുന്നതായിരിക്കുന്ന ആ കഴിവ് അത് ഭഗവാനോട് ബന്ധപ്പെടുത്തും. വേദവ്യാസ അങ്ങക്ക് അസ്തരായിട്ട് എഴുതാൻ അറിയാം, ആ കഴിവ് ഭഗവാൻ അങ്ങക്ക് തന്നിട്ടുണ്ട്. ആ എഴുതുക എന്നുള്ളതായിരിക്കുന്ന കർമ്മം എന്ത് വേണം? ഭഗവാനോട് കൂടി ചേർത്ത് ആ എഴുതുന്ന കാര്യത്തില് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി മാറ്റും. ഞാനും ഇന്ന് കാണുന്ന നാരദനൊന്നും ആയിരുന്നില്ല കേട്ടോ. പണ്ട് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അതും ഒരു പ്രഭുവിൻ്റെ കുടുംബത്തിലെ ജോലി ചെയ്യുന്ന ഒരു ദാസിയുടെ പുത്രനായിട്ടാണ് ഞാനിതാ ജനിച്ചിരുന്നത്. അന്ന് കുറച്ച് മഹർഷീശ്വരന്മാർ ചാതുർമാസ്യത്തിന് വേണ്ട പ്രഭുവിൻ്റെ കുടുംബത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരവസരം ഭഗവാൻ എനിക്ക് തന്നു.
ആ മഹർഷീശ്വരന്മാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുളിക്കാൻ പോണ സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അവരത് ഭഗവാനെ പൂജ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അവർ വിചാരിക്കണതിൻ്റെ മുന്നേ ഓരോ കാര്യങ്ങളും അവരുടെ മുന്നിൽ ഞാനിങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത് കണ്ടപ്പോൾ പൂജയ്ക്ക് പൂവ് വേണമെന്ന് വിചാരിക്കുന്നതിന് മുന്നേ നേരെ മുന്നിൽ ഇതാ പൂവ് അങ്ങനെ കാണും. ആരാ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്നത് അല്ലേ? അവർക്ക് എന്നിലേക്ക് എന്തെന്നില്ലാത്തതായ ഒരു സ്നേഹത ഉണ്ടായി. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകൾ തത്രാന്വഹം കൃഷ്ണകഥാ പ്രഗായതാമനുഗ്രഹേണ ആശ്രണവം മനോഹര. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കൃഷ്ണകഥകളെ, എന്താ കൃഷ്ണകഥയുടെ പ്രത്യേകത? അത് മനോഹരാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിലുള്ള മാലിന്യങ്ങളെ ഹരിക്കുന്നതാണ്. മനസ്സിലെ മാലിന്യങ്ങളെ ഹരിക്കുന്നതായ ഇല്ലാതാക്കുന്നതായ കൃഷ്ണന്റെ കഥകളെ അവരെങ്ങനെ പറഞ്ഞു തരുന്നതിനനുസരിച്ച് എൻ്റെ മനസ്സിലെ മാലിന്യം മുഴുവനും ഇതാക്കിയ, അതും ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്. മാത്രമല്ല ഉച്ഛിഷ്ടലേപാനുമോദിതോദ്യജൈ സഗ്രസ്മഭുഞ്ചേ തദപാസ്തയിൽ വിഷ. ആ മഹർഷീശ്വരന്മാർ ഭഗവാന് നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ നിവേദ്യമൊക്കെ അതാ എനിക്കിതാ തരും. അങ്ങനെയാണ് ഭഗവാനെ നിവേദിച്ചത് കഴിക്കുന്ന സമയത്തും ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്തുമാണ് നമുക്ക് അങ്ങനെ പിന്നെയും പിന്നെയും ആ കൃഷ്ണന്റെ കഥ കേൾക്കണം എന്നുള്ള ഒരാഗ്രഹത ഉണ്ടാവുക അല്ലേ? എനിക്ക് ആ കൃഷ്ണകഥയിൽ എന്നെന്നില്ലാത്ത ഒരു രുചിത ഉണ്ടായി. രുചി ഉണ്ടായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് വിചാരിക്കുക. രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന വെച്ചാൽ ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ചുകൂടി കണ്ടിക്കോളൂ കേട്ടോ, പറയില്ലേ? കുറച്ചുകൂടി കണ്ടിക്കോളൂ. ആ കഴിക്കണത് എന്താ മനസ്സിലാവും, രുചി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ട അപ്പം മതി അല്ല മതി എന്തായാലും പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ രുചി ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടാ പിന്നെയും പിന്നെയും കഴിക്കും. ഇവിടെ എന്തിലേക്കാണ് രുചി ഉണ്ടായത്? കൃഷ്ണകഥ. ഭഗവാന്റെ കഥയിലേക്ക് എനിക്കുള്ളതായിരിക്കുന്ന രുചിയെ കണ്ട് ആ മഹർഷീശ്വരന്മാർ പിന്നെയും പിന്നെയും എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. ഞാനേ അവര് കഥ പറഞ്ഞ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന നാമങ്ങൾ നാമാന്യനന്ദസ്യ ഹതത്രപഠൻ നാമാന്യനന്ദസ്യ ഹതത്രപഠൻ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന നാമം ഇങ്ങനെ ജപിക്കാനായിട്ട് ഇതാ പുറപ്പെടും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. മഹർഷീശ്വരന്മാര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉണ്ണി നമുക്കറിയോ ഈ ഭഗവാന്റെ രൂപം എന്താണെന്നാണ് നീ വിചാരിച്ചത്? നമുക്കറിയോ കൃഷ്ണന്റെ രൂപം? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് എന്നോട് അവര് അവിടെ ഇരുന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ആ കണ്ണടച്ചു. ആ മഹർഷീശ്വരന്മാർ ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിനെ എനിക്കിതാ പറഞ്ഞു തന്നു. ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുകൊടുത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വരമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കടത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് നിൽക്കണ്ട് എഴുതി ഗോപിക്കുടി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മൽപ്പീലി അണിഞ്ഞ് ഭഗവാന്റെ അതിമനോഹരമായ സ്വരൂപത്തിലെ മഹർഷീശ്വരന്മാരങ്ങനെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഹൃദയത്തില് ആ ഭഗവാനെ എനിക്കിതാ കാണാനായിട്ട് ഇതാ സാധിച്ചു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. നാരദ മഹർഷി ചെറിയ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് മഹർഷീശ്വരന്മാരിൽ നിന്ന് പഠിക്കാൻ സാധിച്ച ഒരു മഹാമന്ത്രം, അതിനാണ് ചതുർവ്യൂഹ ഉപാസന എന്ന് പറയുന്നത്. ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അത് ചതുർവ്യൂഹ ഉപാസന എന്താണ്? അതാണ് സംഘർഷണൻ, വാസുദേവൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. ഈ 4 നാമങ്ങൾ എങ്ങനെ ജപിക്കുക? ഈ 4 നാമങ്ങൾ അടങ്ങിയതായ മഹാമന്ത്രത്തിനെ മഹർഷീശ്വരന്മാർ എന്നോട് ഇതാ പറഞ്ഞു തന്നു. അതിനിടയ്ക്ക് അമ്മ പശുവിനെ കിടക്കാൻ പോയപ്പോൾ അമ്മ ഒരു സർപ്പത്തിന്റെ കടിയേറ്റ് അമ്മ താ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ അനുഗ്രഹം മന്യമാന, ഞാൻ അതിനൊരു വിഷമമായിട്ടൊന്നും കണ്ടില്ല. ഇതും അനുഗ്രഹം തന്നെയാണ്. ഭഗവാനതാ ഇതുവരെ ഞാൻ ധ്യാനിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അമ്മ എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഞാൻ വിചാരിച്ചു ഭഗവാന്റെ രൂപത്തിനെ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റുന്ന അമ്മയുടെ ശബ്ദം എനിക്ക് കേട്ടില്ലായിരുന്നു വെച്ചാൽ എത്ര അമ്മ മരിച്ചത്.
അമ്മ പശുവിനെ കറക്കാനായിട്ട് പോയപ്പോൾ കാലവ്യാള മുഖഗ്രാസത്രാസ് ഒരു കാലസർപ്പത്തിന്റെ വായയിലിതാ അമ്മയൂതാ പെട്ടു. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കാട്ടിലെത്തിച്ചേർന്നു. അങ്ങനെ സരസിൽ നിന്ന് വെള്ളം എടുത്തതാ കുടിച്ചു. മഹർഷീശ്വരന്മാർ പറഞ്ഞു തന്നതായിരിക്കുന്ന നാമം ജപിച്ച് ഭഗവാന്റെ തിരുനാമം അങ്ങനെ ജപിച്ച് കണ്ണടച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു അശരീരി വാക്ക് ഇതാ കേട്ടു. ഉണ്ണി, നടക്ക എൻ്റെ രൂപത്തിനെ എപ്പോൾ വേണമെന്ന് വെച്ചാലും കാണാൻ സാധിക്കും. ഇപ്പോൾ നീ നാമം ജപിച്ചപ്പോൾ ഞാൻ മുന്നിലെങ്ങനെ വന്നു നിന്നത് ഇനി കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അടുത്ത ജന്മത്തിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എൻ്റെ രൂപം നിനക്കതാ കാണാനായിട്ട് സാധിക്കുന്നുള്ള അശരീരി വാക്ക് കേട്ടതോടുകൂടി ഇപ്പം എനിക്ക് ആകപ്പാടൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മരണം എന്താ വരാത്തത് ഭഗവാൻ? മരിക്കാത്തതെന്താ അല്ലേ? മരണത്തിനെ മൃത്യു മിത്രമിവ ഭവതി പറയും. അതെ, മൃത്യുവിനെ എങ്ങനെ കാണണം? മിത്രമായിട്ട് കാണാൻ സാധിക്കണം എന്നുള്ളത് ശങ്കരാചാര്യ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ശങ്കരാചാര്യ സ്വാമികൾ വർണ്ണിക്കുന്നുണ്ട് എങ്ങനെ മൃത്യുവിനെ ഒരു സുഹൃത്തായിട്ട് കാണാൻ സാധിക്കണം. സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ വീട്ടിലേക്ക് വരിക എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു സന്തോഷം അല്ലേ. ഭാര്യയ്ക്ക് ഭർത്താവ് അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം. എല്ലാ ഭാര്യമാരെയും സ്ഥിതി അല്ല കേട്ടോ അല്ലേ. ഭർത്താവ് വരിക എന്ന് പറയട്ടെ വെച്ചാൽ സുഹൃത്തിനെ പോലെ, സുഹൃത്ത് വരുന്നത് പോലെ. അതേപോലെ മരണത്തിനെ എനിക്കിതാ കാണാനായിട്ട് സാധിച്ചു അത്രേ അല്ലേ. എന്താണ് മരണം വന്നു കഴിഞ്ഞാൽ ഇല്ലേ അടുത്ത ജന്മം കിട്ടുള്ളൂ. ഗാംഭര്യടൻ തുഷ്ടമന ഗതസ്പൃഹാകാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. മരണത്തിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ലോകത്തിലൂടെ അങ്ങനെ നടന്നു. തുഷ്ടമന, സന്തോഷത്തോടു കൂടി. നമുക്ക് എപ്പോഴാണ് ജീവിതത്തിലെ സന്തോഷം ഉണ്ടാവുക അല്ലെ? വീട്ടിലിരിക്കുന്ന സമയത്താണോ അതോ ടൂറ് പോണ സമയത്താണോ? ആലോചിച്ച് നോക്കൂലെ. വീട്ടിലിരിക്കുന്ന സമയത്താണോ? വീട്ടിലിരിക്കുമ്പോഴുള്ള സ്ഥിതി പറയാതിരിക്കുക ഭേദം. അടുക്കള, അതേപോലെ ഭക്ഷണം കഴിക്കുന്ന മുറി, പിന്നെ ടി വി കാണുന്ന മുറി. കുറച്ചെങ്കിലും സന്തോഷം ആ ടി വിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അല്ലേ. അങ്ങോട്ടൊക്കെ ഓടി 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 നടക്കുന്ന സമയത്ത് എവിടെ സുഖം? ഒരു സുഖമില്ല. എന്നാൽ ദൂരത്തേക്ക് യാത്രയാവുന്ന സമയത്തോ അല്ലേ തുഷ്ടമന ഗതസ്പൃഹ. എന്താണ്? ഒരു സ്പൃഹി ഉണ്ടാവില്ല, യാത്ര ഒരു ലജ്ജയും ഉണ്ടാവില്ല. വീട്ടിലിരിക്കുന്ന സമയത്ത് പോലെയാണോ നമ്മൾ ടൂറിന് പോയി കഴിഞ്ഞാൽ? അതല്ല, ഒരു ലജ്ജയും ഇല്ലാതെ അല്ലേ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചതാ സന്തോഷത്തോട് കൂടിയിട്ടതാ നടക്കാനായിട്ട് സാധിക്കണു. എങ്ങനെ? ഭഗവാന്റെ തിരുനാമം നാമാന്യനന്ദസ്യ ഹതത്ര പപ്പഠൻ. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന നാമം ജപിച്ച് ഭഗവാന്റെ രൂപത്തിനെ അങ്ങനെ ധ്യാനിച്ച് 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 കാലത്തിനെയും പ്രതീക്ഷിച്ച് മരണം വരുമെന്ന് മനസ്സിലായി കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താ? നാളെ മരിക്കുന്ന ഇന്നങ്ങോട്ട് മനസ്സിലായി വിചാരിക്കുക. നാളെ അങ്ങോട്ട് മരിക്കുന്നു ഇന്നങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു അടിയോടിയും കൊടുക്കാണ്ട് കേട്ടോ, കൊടുത്ത് വരട്ടെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? അങ്ങനെ വിചാരിക്കുമോ അല്ലേ? അങ്ങനെ പതിവില്ല. ആരോടെങ്കിലും എന്തെങ്കിലും നമ്മൾ തെറ്റുകുറ്റം ചെയ്തിട്ടുണ്ടെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അയാളെടുത്ത് പോയിട്ട് പറയും, അയ്യോ അറിയാതെ ചെയ്തു പോയതാട്ടോ. ഇതിൻ്റെ ജീവിതത്തിൽ മരിക്കുന്ന അങ്ങോട്ട് മനസ്സിലായാൽ പിന്നെ എന്താണ്? വിമതോ വിമത്സര. മതവും ഇല്ലാതാവുന്നു, മത്സരവും ഇല്ലാതാവുന്നു. ഈ മതത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒക്കെ കാരണം എന്താ? നമ്മളിങ്ങനെ മത്സരിച്ച് ഞാൻ ആരാന്നാ വിചാരിക്കും, ഞാൻ പറയണമെന്ന് അങ്ങോട്ട് കേൾക്കണം എല്ലാവരും അല്ലേ. ഇതൊക്കെ വിചാരിക്കാനുള്ള കാരണം എന്താ? ഞാൻ മരിക്കില്ല, അതല്ലായിട്ട് അറിയാം. ഞാൻ മരിക്കില്ല അതിൻ്റെ വിചാരിച്ചു കൊണ്ടിരിക്കണു. അതാണ് ഇതാ കാരണം. ഇവിടെ ഭഗവാനെയും പ്രതീക്ഷിച്ചുകൊണ്ട് എന്തിനു പറയണു? മരണം അടുത്ത ജന്മത്തിൽ എനിക്ക് ഭാരതനായിട്ടുള്ള സ്വരൂപത്തിനെ ഭഗവാനിതാ പ്രദാനം ചെയ്യും. അതുകൊണ്ട് വേദവ്യാസ മഹർഷി എൻ്റെ പൂർവ്വജന്മ ചരിത്രത്തിനെ അങ്ങ് എഴുതുന്ന ആ പുരാണത്തിലൊന്ന് വർണ്ണിക്കണേ എന്ന് പ്രത്യേകമായിട്ട് ഇതാ പറയുന്നു. പിന്നീടാണ് വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ മനസ്സിലേക്ക് അങ്ങനെ കയറി വന്ന സമയത്ത് ഭാഗവത രചന ആരംഭിക്കുന്നു. അങ്ങനെ ദുര്യോധന മഹാരാജാവ് തൻ്റെ അടുത്തേക്ക് വരുന്ന തന്നെ ഉപദ്രവിക്കുന്നതായ ജീവികളെ ഒന്ന് മാറ്റാൻ പോലും സാധിക്കാതെ വ്യസനിച്ച് കിടക്കുന്നത് കണ്ട സമയത്ത് അശ്വത്ഥാമാവ് അവിടെ ഇരുന്ന് തൻ്റെ കയ്യിലുള്ള അസ്ത്രം ബ്രഹ്മാസ്ത്രമെടുത്ത് ഉത്തരാദേവിയുടെ ഉദരത്തിൽ ലക്ഷ്യമാക്കിയതാ അയച്ചു. ഉത്തരാദേവി അവിടെ ഇരുന്ന് കരയാനായിട്ടതാ പുറപ്പെട്ടു. പ്രത്യസ്ത്രമായിട്ട് അർജുനനോട് ബ്രഹ്മാസ്ത്രം അയക്കാൻ പറഞ്ഞു. 2 അസ്ത്രം കൂടി ആകാശത്ത് എത്തിച്ചേർന്നപ്പോൾ ഇത് ലോകത്തിനെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി മഹർഷീശ്വരന്മാർ ഭഗവാനോട് ഇതാ പ്രാർത്ഥിച്ചു. അങ്ങനെ അർജുനൻ അസ്ത്രത്തിനെ പിൻവലിച്ചു. ഇവിടെ അശ്വത്ഥാമാവ്
അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം അയക്കാനുള്ള വിദ്യ മാത്രമേ അറിയൂ, അത് തിരിച്ചു പിടിക്കാനുള്ള വിദ്യ അറിയില്ല. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഓരോ വേണ്ടാത്തത് ഉണ്ടാക്കാനേ അറിയുള്ളൂ, അത് നിർവീര്യാക്കാൻ അവർക്കറിയില്ല. ഇവിടെ അതാ ഈ അശ്വത്ഥാമാവ് അയച്ചതായിരിക്കുന്ന അസ്ത്രം ഇപ്പോൾ ഉത്തരാദേവിയുടെ ഉദരത്തിൽ അതാ എത്തിച്ചേർന്നു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം നാന്യം ത്വദഭയം പശ്യേ. ഭഗവാനെ, അങ്ങല്ലാതെ എന്നെ രക്ഷിക്കാൻ ഇനി ലോകത്തൊരാളില്ല കേട്ടോ ഭഗവാനെ. അങ്ങല്ലാതെ വേറൊരാൾ രക്ഷകനായിട്ടില്ല, അങ്ങല്ലാതെ വേറൊരാൾ രക്ഷകനായിട്ടില്ല എന്നുള്ള ആ ഉത്തരാദേവിയുടെ കരച്ചിലിന് മുന്നിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ എത്തിച്ചേരുന്നു. ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന കുഞ്ഞിനെ സുദർശനേന സ്വാസ്ത്രേണ ഭഗവാൻ ഒരു നോട്ടം കൊണ്ട് തന്നെ, കാരുണ്യ കടാക്ഷം കൊണ്ട് ഇപ്പോൾ ആ ഉണ്ണിയേതാ രക്ഷപ്പെടുത്തി. ഇവിടെ അശ്വത്ഥാമാവിനെ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടി സദസ്സിലേക്ക് ഇതാ കൊണ്ടുവരുമ്പോൾ അശ്വത്ഥാമാവിന് തല പൊന്തിക്കാൻ പോലും സാധിക്കണില്ല. അവർ തല താഴ്ത്തിയിട്ട് അവരുടെ പശുക്കളൊക്കെ നടക്കുന്നത് പോലെ, മൃഗങ്ങളൊക്കെ നടക്കുന്നത് പോലെയാണ് വരുന്നത്. മൃഗങ്ങൾ എങ്ങനെയാണ് നടക്കുക? അല്ലെ, തല താഴ്ത്തിയിട്ടേ നടക്കും. ചില ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരെ നോക്കി സംസാരിക്കില്ല, അവർ കണ്ണിലേക്ക് നോക്കി സംസാരിക്കില്ല. ചില ആൾക്കാർ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട്, അതില്ല കാരണം നമ്മളെ സംസാരിക്കണത് കണ്ടാൽ മനസ്സിലാവും. എന്താ നേരെ നോക്കി സംസാരിച്ചാൽ എന്താ കുഴപ്പം? നേരെ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും എന്തോ ഉള്ളൊരു അപകടമുണ്ട്. ഇവിടെ അശ്വത്ഥാമാവ് എങ്ങനെയാ? അത്ര അശ്വത്ഥാമാവ് വേണ്ടാത്തത് കാണിച്ചവനെ അവൻ മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം സ്ത്രീയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തിധർമ്മവിൽ എന്ന് പറയും. ശത്രുക്കളാണെങ്കിൽ പോലും ഉപദ്രവിക്കാൻ പാടില്ലാത്ത ചില വിഭാഗങ്ങളുണ്ട്. ആരൊക്കെയാണ്? മത്തം പ്രമത്തം ഉന്മത്തം, സുബോധമില്ലാതെ നടക്കുന്നതായിരിക്കുന്ന ആൾക്കാർ, അല്ലേ? എന്തെങ്കിലും അസുഖം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഓരോ പാനീയമൊക്കെ കഴിച്ചങ്ങനെ സന്തോഷത്തോടു കൂടി അവരൊന്നും ഉപദ്രവിച്ചിട്ട് കാര്യം കൂടെ പോയിക്കോട്ടെ വിചാരിക്കണം. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? സുപ്തം ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ, അല്ലേ? ഈക്കോട്ടെ വിചാരിക്കണം. വൃദ്ധാമണ്ഡപത്തിലൊക്കെ വന്നാൽ പല ആൾക്കാരും ഇരുന്ന് ഇങ്ങനെ ഈക്കോട്ടെ. ഉറങ്ങണേന് കുഴപ്പമില്ല, ശബ്ദം ഉണ്ടാക്കരുത്. ചില ആൾക്കാർ ഈ ഉറങ്ങുന്ന സമയത്തും ഓരോ ശബ്ദം അത്രയേ ഉള്ളൂ, അല്ലേ? സുപ്തം ഉന്മത്തം, അല്ലേ? ഉറങ്ങുന്ന ആൾക്കാർ, ചെറിയ കുട്ടികൾ. ആലോചിച്ച് നോക്കൂ, ഈ അശ്വത്ഥാമാവ് ചെറിയ കുട്ടികളെ കൊന്നിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. പാണ്ഡവരുടെ കുട്ടികളെ മുഴുവനും തൻ്റെ കയ്യിലുള്ള വാള് കൊണ്ട് വെട്ടിക്കൊന്ന് രക്തമൊലിപ്പിക്കുന്ന ചോരയായിട്ട് നടന്നയാളാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഗൗരവം കുലം, തൻ്റെ അച്ഛനെ ഒന്ന് ആലോചിച്ചു. അത്ര ആരാ? ദ്രോണാചാര്യരുടെ പുത്രനായി നല്ലതായിരിക്കുന്ന ഒരു കുലത്തിൽ ജനിക്കാനായിട്ട് സാധിച്ച് ഈ വേണ്ടാത്ത കർമ്മങ്ങളും ചെയ്തു നടക്കുന്ന ഞാൻ എങ്ങനെയപ്പോൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുക, അല്ലെ? എങ്ങനെയാ ഒരാളുടെ മുഖത്തേക്ക് നോക്കുക എന്നുള്ള രീതിയിൽ തല താഴ്ത്തി വരുന്നതായിരിക്കുന്ന അശ്വത്ഥാമാവ് ഭീമസേനൻ പറഞ്ഞു, ഇവനെ ഇവിടെ വെച്ച് കൊല്ലാൻ വേണ്ടത് പറഞ്ഞു. അത്രേ ഇപ്പോൾ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, ഇവനെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ആരാത്? ദ്രോണാചാര്യരുടെ പുത്രനാ. ഇപ്പൊ ഗുരുനാഥനെ നിന്ദിച്ചതിന് തുല്യാവും. അങ്ങനെ ഭഗവാന്റെ അഭിപ്രായപ്രകാരം അശ്വത്ഥാമാവിൻ്റെ ശിരസിൽ നിന്ന് ദിവ്യമായിരിക്കുന്ന രത്നെടുത്ത് പുറത്തേക്ക് ഇതാ കളയുന്നു. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കി മാറ്റി. അശ്വത്ഥാമാവ് ഒരിക്കലും മരിക്കാത്ത അവസ്ഥയിലായി മാറിയത്. ശരിക്കും അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സാക്ഷിയെയാണ് അശ്വത്ഥാമാവ് എന്ന് പറയും. ഏത് കോടതി വേണ്ടാത്തത് കാണിച്ച ആൾക്കാരെ വെറുതെ വിട്ട് കഴിഞ്ഞാലും നമ്മളെ മനസ്സാവുന്ന കോടതി ഒരിക്കലും നമ്മളെ വെറുതെ വിടില്ല പറയും, അല്ലേ? മനസ്സാക്ഷി ഇങ്ങനെ പിന്നാലെ വരും. കോടിക്കണക്കിന് രൂപ എടുത്ത് വീടുണ്ടാക്കിയിട്ട് എന്താ കാര്യം? കണ്ടാ ഉറക്കാൻ വരുന്ന കിടക്കുണ്ട്, എന്നിട്ട് എന്താ കാര്യം? AC മുറിയുണ്ട്, എന്നിട്ട് എന്താ കാര്യം? 12 മണിക്ക് ഉറക്കില്ല, 1 മണിക്ക് ഉറക്കില്ല, 2 മണിക്ക് ഉറക്കില്ല, ഇങ്ങനെ ഇരിക്കുന്ന യാത്ര. എന്താ ഉറക്കം വരാത്തത്? മനസാക്ഷി പറയുക, എന്നാലും നീ അത് ചെയ്യണ്ടില്ലായിരുന്നു, എന്നാലും നീ അത് ചെയ്യണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ ഇതിനാണ് അശ്വത്ഥാമാവ് എന്താ പറയും. അങ്ങനെ അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയാക്കി ഇതാ മാറ്റി. പിന്നീടാണ് കുന്തിദേവി ഭഗവാനതാ അതിഗംഭീരമായിട്ടതാ സ്തുതിക്കുന്നത്. ഭീഷ്മപിതാമഹരുടെ സ്തുതിയൊക്കെയാണ് നമുക്കിതാ ഇനി ഇവിടെ അനുസ്മരിക്കുവാനുള്ളത്. കുറച്ചു നേരം നിർത്തിയതിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ അനുസ്മരിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.